ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഴയ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പ്രത്യേകിച്ചും വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഉള്ളൊരു ചുരിദാറാണ് കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അത് ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങ് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ നല്ല ഭംഗിയുള്ള യൂസ് ചെയ്യാതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ചെറുതായി പോയതോ ആയ പഴയ ചുരിദാറൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ചുരിദാർ എന്തായാലും ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ആ ഒരു സ്റ്റിച്ചൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് എടുക്കാൻ. അതുപോലെ നമുക്കിനി വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. അതിപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം വലുതോ ചെറുതോ ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ അധികം വലുതും അധികം ചെറുതും അല്ല, ഒരു കാസറോൾ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസൊക്കെ മതിയാവും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് വെക്കണം. പിടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിക്കണം. നല്ല കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ ഇത് മുറിച്ച് കളയാം, പക്ഷേ മുറിച്ച് കളയുമ്പോൾ ഈ ബോക്സിന് നല്ലൊരു കട്ടി ഉണ്ടാവില്ല, വളരെ സോഫ്റ്റായി പോവും. ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കട്ടിയായിരിക്കും, ഒരുപാട് നാളത് നിലനിൽക്കും. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ച് വെക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം, ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് ഈ സൈഡുകൾ ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടിച്ച് സൈഡുകൾ ചേർക്കുവാണ്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡുകളങ്ങ് മുറിച്ച് കളഞ്ഞാലും മതി, ഇങ്ങനെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. പക്ഷേ മുറിച്ച് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ഫിനിഷിങ് വരുന്നത്. പക്ഷേ ഞാൻ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഇത് മുറിച്ച് കളയുന്നില്ല. ഞാൻ സാധാരണ ഇങ്ങനെ മുറിച്ച് കളയാറില്ല. അപ്പോൾ ഈ സൈഡിലേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ ഗൺ തേച്ച ശേഷം അകത്തേക്ക് ഒട്ടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ. എന്നാലും ഈ ഒരു അല്ലെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും 4 സൈഡിലും തേച്ച് നന്നായിട്ട് അകത്തേക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. നന്നായിട്ട് അത് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കാൻ പറയുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ചുരിദാർ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിന് ആ ബോഡിയുടെ പാർട്ട് ഫുള്ള് മുറിച്ചെടുക്കുവാണ്. സ്ലീവ് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങോടെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള തുണിയൊക്കെയാണ്, കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ അതായിരിക്കും ചെയ്യാൻ എളുപ്പം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഒറ്റ തുണി കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് റിസ്ക്കാണ്, എങ്കിലും എനിക്ക് ഈ ഒരു പൂക്കളുടെ ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുണി തന്നെ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. ലൈനിങ്ങോടെ വെച്ചിട്ട് കറക്റ്റ് വലിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ ഗൺ തേച്ച ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചൊട്ടിക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് തുടങ്ങണം. എവിടെയെങ്കിലും വെച്ച് തുടങ്ങിയാൽ കറക്റ്റ് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ നമ്മുടെ ബോക്സ് കവർ ചെയ്യാനുള്ള തുണി നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് അധികം വലിയ ബോക്സൊക്കെ എടുക്കുന്നവർ ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങുവാണ്. നല്ല പിങ്ക് തുണിയാണ്. അപ്പോൾ നമുക്കിതാ ഇനി ഈ ഒരു സൈഡ് നല്ലവണ്ണം വലിച്ചൊട്ടിക്കണം. ഇപ്പോൾ ലൈനിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചുളിവുകൾ വരാൻ പാടില്ല. വരുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും ഇത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നീറ്റായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഈ ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും, അത് ഇളകി പോവുകയും ചെയ്യില്ല. പിന്നെ നമ്മളിത് കഴുകാനൊന്നും പോകുന്നില്ലല്ലോ. ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് യൂസ് ചെയ്യുവാണല്ലോ. അപ്പോൾ ഉള്ളിലേക്കും ഒക്കെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ ഞാൻ സൈഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മിഡിൽ ഭാഗം നമ്മൾ ഒട്ടിക്കുന്നില്ല, അത് ഞാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് പറയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യം സൈഡുകളും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സൈഡും ഒക്കെ ഒട്ടിച്ചെടുത്താൽ മതിയാവും. അപ്പം അതുപോലെ ഞാൻ ഈ ഒരു സൈഡ് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള സൈഡ് നമുക്കിത് ഒട്ടിക്കണം. അതുപോലെ മിഡിൽ പാർട്ടും അതുപോലെ അടിഭാഗവും നമ്മൾ ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഉണങ്ങാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇപ്പം 4 സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മിഡിൽ പാർട്ട്. അത് നമുക്ക് വേറൊരു പീസ് തുണി കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. അതുപോലെ ബാക്കിലും നമ്മൾ ഒട്ടിക്കുന്നതാണ് ഒരു ഫിനിഷിങ്. നമ്മളിത് അടിഭാഗം കാണുന്നില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെയും ഈ ഒരു സൈസിൽ ഒരു സ്ക്വയർ പീസ് തുണി മുറിച്ച് വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സൈസായാൽ ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് തുണിയാണ് അടിഭാഗത്ത് വെട്ടി ഒട്ടിച്ചത്. അതുപോലെ തന്നെ ഉള്ളിലും നമ്മൾ ഒട്ടിക്കേണ്ടത്, ഉള്ളിലും ആ ഒരു എക്സ്ട്രാ കിടക്കുന്ന ഭാഗമൊക്കെ വെട്ടിക്കളയണം കേട്ടോ. കുറച്ച് എക്സ്ട്രാ ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. ഉള്ളിലും ഇതുപോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് മുറിച്ച് ഈ ഒരു സൈസിൽ ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ സൈസ് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തെ സൈസ് തന്നെ ആയിരിക്കും ഉള്ളിലെ സൈസും. അപ്പോൾ അതുപോലെ ഒരുമിച്ച് 2 തുണി എടുത്ത് മുറിച്ചാൽ അകത്തും ഒട്ടിക്കാം പുറത്തും ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ, പുറമേയും അകമേയും ഒക്കെ. ഇപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ലോണം വന്നിട്ടുണ്ട് നമ്മുടെ ബോക്സ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കുഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ട് ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ ഡയപ്പർ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണ് ഡയപ്പറും. പിന്നെ ഡയപ്പർ സമയം നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡയപ്പർ റാഷ് ക്രീമും
ബോഡി ക്രീമും എല്ലാം കൂടെയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഡയപ്പർ ബോക്സ് ആയിട്ടും ഡയപ്പർ ഓർഗനൈസർ ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയപ്പർ മാത്രമായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ബോക്സ് നമുക്ക് ഇതുപോലെ ഒരുപാട് ഡ്രസ്സും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും അണ്ടർ ഗാർമെൻറ്റ്സും അങ്ങനെ എല്ലാം ഇട്ട് വെക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബോക്സ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പൈസയുടെ ചിലവൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു പഴയ തുണി മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. താങ്ക് യു.